ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നിസ്തുല്യനായ യേശു ക്രിസ്തുവിന്റെ പാവനമായ നാമത്തിൽ സ്നേഹം വന്ദനങ്ങൾ. നമുക്കറിയാം, ഈ ലോകം ഒരു കലുഷിതമായ അന്തരീക്ഷത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്റെ ദുഷ്ടത ഓരോ ദിവസവും വർദ്ധിച്ച് പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസത്തെയും വാർത്തകൾ കേൾക്കുമ്പോൾ മനുഷ്യന്റെ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ഞെട്ടലോടെ എത്ര എത്ര ക്രൂരമായ അതിക്രൂരമായ 2 വയസ്സുള്ള കുഞ്ഞിനെ സ്വന്തം അപ്പൻ പീഡിപ്പിച്ചു കൊല്ലുന്നു. സ്വന്തം കുഞ്ഞുങ്ങളെ, മൈനറായിട്ടുള്ള കൊച്ചു കുഞ്ഞുങ്ങളെ അമ്മ കാമുകന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നു. എത്ര ക്രൂരമായ! അപ്പൻ മകനെ അടിച്ചു കൊല്ലുന്നു, മകൻ അപ്പനെ അടിച്ചു കൊല്ലുന്നു, മക്കൾ അമ്മയെ ഒരു ദയവില്ലാതെ തല്ലിക്കൊല്ലുന്നു. കുഞ്ഞുങ്ങൾ ഭയത്തോടുകൂടെ, മാതാപിതാക്കൾ ഭയത്തോടുകൂടെ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് അയക്കുന്നു. മിഠായി എന്നുള്ള രീതിയിൽ സ്കൂളിന്റെ കവലയിൽ നിന്ന് വാങ്ങിക്കുന്ന മിഠായിക്കകത്ത്, ചോക്ലേറ്റിനകത്ത് എന്താണെന്ന് അറിയാൻ മേലാതെ എത്ര കഴിക്കരുതെന്ന് പറഞ്ഞാലും കുഞ്ഞുങ്ങൾ 10 രൂപയ്ക്കും 20 രൂപയ്ക്കും അത് വാങ്ങിക്കഴിക്കുമ്പോൾ അതിനകത്ത് ഈ കുഞ്ഞുങ്ങളെ എന്നേക്കുമായി അടിമത്തത്തിലേക്ക് നയിക്കുന്ന മയക്കുമരുന്നും മറ്റേ വഞ്ചനയുടെയും ഈ കുഞ്ഞുങ്ങൾ നാശത്തിലേക്ക് പോവുകയാണ്. ഇന്ന് പാപം ഒരു പാപം അല്ലാതായിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മ്ലേച്ഛതകൾ കൊണ്ടും അശുദ്ധി കൊണ്ടും അകൃത്യങ്ങൾ കൊണ്ടും മ്ലേച്ഛത കൊണ്ടും അന്യായങ്ങൾ കൊണ്ട് അനീതി കൊണ്ട് എവിടെ നോക്കിയാലും മ്ലേച്ഛതയാണ്, പാപമാണ്, അന്യായമാണ്. ന്യായമെന്ന് പറയുന്നത് ഒന്നും നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നില്ല. എവിടെയും അനീതിയാണ്, അഴിമതിയാണ്, അഴിമതിയുടെ മുകളിൽ അഴിമതിയാണ്. ഇതെല്ലാവർക്കും അറിയാമെങ്കിലും ആ അഴിമതി അതുപോലെ തന്നെ തുടരുകയാണ്. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. അന്ത്യകാലഘട്ടത്തിൽ, അവസാന നാളുകളിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. രാജ്യങ്ങളോടും ജാതികളോടും ഏറ്റുമുട്ടുകയാണ്. ദൈവത്തിൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവും ഏറ്റവും ആസന്നമായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം വന്നെത്തിയിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനമായ ബൈബിളിലെ ഓരോ വചനങ്ങളും നിവർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒന്നേ ചെയ്യുവാനുള്ളൂ. ഇതൊക്കെയും കാണുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ കരയുക, ഞരങ്ങുക, നിലവിളിക്കുക, പ്രാർത്ഥിക്കുക, നമ്മളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുക, നമ്മളെ തന്നെ ശുദ്ധീകരിച്ചു കൊള്ളുക. കർത്താവ് പറയുന്നു, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവർ രക്ഷിക്കപ്പെടും. ഈജിപ്തിൽ നിന്നും ഏകദേശം 30 ലക്ഷത്തോളം പേര് പുറപ്പെട്ടും, പക്ഷേ 2 പേര് മാത്രമാണ് ആ വാഗ്ദത്ത നാട്ടിൽ എത്തിയത്. നോഹയുടെ കാലത്ത് ഏകദേശം 2 ലക്ഷത്തോളം പേര് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്ന് അനുമാനിക്കുന്നു. എന്നാൽ വെറും നോഹയും കുടുംബവും മാത്രമാണ് രക്ഷപ്പെട്ടതും. അതേയും ഏദൻ തോട്ടം പോലെ മനോഹരമായിരുന്ന പുരാതന കാലത്തെ ഏറ്റവും മനോഹരമായ സിറ്റികളായിരുന്നു സോദോമും ഗൊമോറയും. അവിടെയും ലക്ഷക്കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു. അവിടെ നിന്നും വെറും കഷ്ടിച്ച് ലോത്തും തൻ്റെ 2 പെൺമക്കളും മാത്രമാണ് രക്ഷപ്പെട്ടത് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുതും. കർത്താവ് നമ്മളോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. കർത്താവിൻ്റെ വരവിങ്കൽ നിങ്ങൾ വിശ്വാസം കണ്ടെത്തുമോ എന്നും. വിളി കേൾക്കുന്നവർ അനേകരാണ്, പക്ഷേ തെരഞ്ഞെടുക്കപ്പെടുന്നവർ വളരെ ചുരുക്കമാണ്. സ്വർഗത്തിലേക്കുള്ള വഴി ഇടുക്കവും ഞെരുക്കവും ഉള്ളതാണ്, അത് കണ്ടെത്തുന്നവർ വളരെ ചുരുക്കമാണെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. വീണുപോയവരുടെ വലിയൊരു പട്ടിക നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ നിലനിന്നവർ അവസാനം വരെയും വിശ്വാസം മുറുകെ പിടിച്ചും പൗലോസിനെ പോലെ നല്ലതുപോലെ പോരാടി യുദ്ധഭൂമിയിൽ തളരാതെ പതറാതെ മരണം വരെയും അവസാന ശ്വാസം വരെയും രണാങ്കരണത്തിൽ പോരാടിയ വീരന്മാർ, വിശ്വാസ വീരന്മാർ, അവരെ ഏൽപ്പിച്ച വിശ്വാസം അവർ അവസാനം വരെയും മുറുകെ പിടിച്ചും അവർ നല്ലതുപോലെ പൊരുതി അന്ത്യം വരെയും വിശ്വാസം കാത്തും. അങ്ങനെയുള്ളവരും നമ്മുടെ നടുവിലുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുതും. ഇത് അന്ത്യനാളുകളാണ്. നടുങ്ങുവീൻ,
പാപം ചെയ്യാതെ ഇരിക്കുവിൻ, ന്യായവിധി ദൈവഗൃഹത്തിൽ ആരംഭിക്കുവാൻ സമയമായിരിക്കുന്നു. നോക്കണം, നീതിമാൻ പ്രയാസത്തോടെയാണ് രക്ഷപ്പെടുന്നതെങ്കിൽ അഭക്തന്റെയും പാപിയുടെയും ഗതി എന്തായിത്തീരും? ഇന്ന് ഭക്തനെന്ന് പറയുവാൻ ഒരാളിനെ ചൂണ്ടിക്കാണിക്കുവാൻ ഇല്ലാത്ത ഒരു കാലഘട്ടമാണ്. വിശ്വാസികൾ അനേകരുണ്ട്. വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ പാടാണ്. വിശുദ്ധന്മാരുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരാളിനെ ചൂണ്ടിക്കാണിക്കുവാൻ തക്കവണ്ണം നമുക്കൊരു വിശുദ്ധൻ ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നാം വന്നിരിക്കുന്നതും. നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ശോധന കഴിക്കുക. ഞാൻ വിശുദ്ധനാണും, വിശുദ്ധൻ എന്നുള്ള പേരിന് ഞാൻ യോഗ്യനാണും? അങ്ങനെ നമ്മൾക്ക് നമ്മളെ തന്നെ ഒന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ കുറ്റബോധമുണ്ടാകുന്നുവെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ ഒരു അപകർഷതാബോധം, ഒരു അപമാനം നമ്മളെക്കുറിച്ച്, ഒരാകുലത നമ്മളെക്കുറിച്ച്, ഞാൻ വിശുദ്ധനാണും, ഞാൻ ഇനി എത്രത്തോളം വിശുദ്ധനാകുവാൻ ഞാൻ ഇനി എന്ത് ചെയ്യണം? പ്രിയപ്പെട്ടവരെ, കർത്താവ് പരിശുദ്ധനാണ്. വിശുദ്ധന്മാർ മാത്രമേ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടും. യാതൊരു അധർമ്മം പ്രവർത്തിക്കുന്നവരും യാതൊരു പാപികളും ഒരശുദ്ധനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്നുള്ള കാര്യം നാം മറന്നു പോകരുതും. സംഗതി ശരിയാണ്, നാം രക്ഷിക്കപ്പെട്ടു, നാം സ്നാനം സ്വീകരിച്ചു, നാം ദൈവസഭയുടെ അംഗങ്ങളായി തീർന്നു, നമ്മൾ ഓരോരുത്തരും ദൈവിക ശുശ്രൂഷകന്മാരായി തീർന്നു. പക്ഷെ ഇന്ന് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ശോധന കഴിക്കണം. ഞാൻ വിശുദ്ധനാണെന്നും ലോകം പറയുമോ? എൻ്റെ കുടുംബത്തിലുള്ളവർ പറയുമോ? കുറഞ്ഞ പക്ഷം എൻ്റെ ഭാര്യയും മക്കളും പറയുമോ? എൻ്റെ ഭർത്താവ് യഹോവ ഭക്തനാണ്, ക്രിസ്തു ഭക്തനാണ്, ഞങ്ങളുടെ പിതാവ് ക്രിസ്തു ഭക്തനാണ്, യഹോവ ഭക്തനാണ് എന്നും നമ്മുടെ മക്കൾ സാക്ഷ്യം പറയുമോ? നമ്മുടെ സഭയിലുള്ളവർക്ക് നമ്മൾ വിശുദ്ധനാണെന്നും അവർ സാക്ഷ്യം പറയുമോ? നമ്മുടെ സഭയിലുള്ള വിശ്വാസ മക്കൾ നമ്മളെ വിശുദ്ധനായിട്ടാണോ കാണുന്നതും? നമ്മുടെ അയൽപക്കങ്ങളുടെ ഇടയിൽ, അയൽക്കാരുടെ ഇടയിൽ, നമ്മൾക്ക് താമസിക്കുന്ന ഗ്രാമങ്ങളിൽ അല്ലെങ്കിൽ പട്ടണങ്ങളിൽ നമ്മൾ വിശുദ്ധരെന്നാണോ അറിയപ്പെടുന്നതും? ഏലീശയെ കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്. ആ സ്ത്രീ പറയുകയാണ്, ആ ശൂലങ്കാരത്തി പറയുകയാണ്, കൂടെ കൂടെ നമ്മുടെ വഴിയായി പോകുന്ന ഈ മനുഷ്യൻ ഒരേ ദൈവഭക്തനാണെന്ന്, ഒരു ദൈവ പുരുഷനാണെന്ന് എനിക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നു. ഏലീശ തൻ്റെ കഴുത്തിലും ഒരു നെയിം കാർഡൊന്നും എഴുതിയിട്ടില്ല. ഞാൻ യഹോവയുടെ ഭക്തൻ, ഞാൻ ദൈവപുരുഷൻ എന്നുള്ള ബോർഡൊന്നും എഴുതി ഏലീശ തൻ്റെ കഴുത്തിൽ തൂക്കിയിട്ടുണ്ടല്ലോ നടന്നതും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നോട്ടവും നമ്മുടെ സംസാരവും നമ്മുടെ ഓരോ നിരൂപണങ്ങളും ലോകം കാണണം. എന്നിട്ട് ലോകം പറയണം, കർത്താവ് പറയും, നിന്റെ വായല്ല മറ്റുള്ളവരുടെ വായിലൂടെ കേൾക്കണം നമ്മൾ വിശുദ്ധരാണ് എന്നുള്ള, ദൈവഭക്തരാണ് എന്നുള്ള ആ ഒരു സാക്ഷ്യത്തിന് വേണ്ടി ചിലപ്പം വില കൊടുക്കേണ്ടി വരും, ത്യാഗം ചെയ്യേണ്ടതായിട്ട് വരും. ഇതൊന്നും ശരിയാകത്തില്ല, ഇതൊന്നും ഒരിക്കലും മാറുകയൊന്നുമില്ല, ഇത് ജന്മനെ ഉള്ളതാണ്, ജാതിയാലുള്ളത് തൂത്താൽ പോകുമോ എന്നുള്ള പഴഞ്ചൊല്ലൊക്കെ ഉണ്ട്. നായുടെ വാല് 12 വർഷം കുഴലിലിട്ടാലും അതങ്ങനെ തന്നെ ഇരിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് നന്നായിട്ട് അറിയാം. നടക്കത്തില്ല എന്നൊരിക്കലും പറയരുതും, മാറുകയില്ല എന്നൊരിക്കലും പറയരുതും. വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിക്കുക, ചുവടുകൾ വയ്ക്കുക. കർത്താവിന് ഒരു നിമിഷം മതി, ഒരൊറ്റ സ്പർശനം മതി, കർത്താവിൻ്റെ ഒരൊറ്റ നോട്ടം മതി, കർത്താവിൻ്റെ ഒരൊറ്റ ശബ്ദം മതി നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ. നമുക്ക് സമർപ്പിക്കാം, കർത്താവിൻ്റെ കൈകളിലേക്ക് പണിയുവാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാം. നല്ല കുശവനായ യജമാനനായ കർത്താവിൻ്റെ കൈകളിലേക്ക് ചളിയായി നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവെ, എന്നെ പണിയണമേ എന്നും നമുക്ക് പറയാം. നമ്മൾ തല നരച്ചു, ഇത്രയും വർഷങ്ങളായിട്ട് നമ്മൾ ശുശ്രൂഷയിലായിരിക്കുന്നു. അയ്യോ, ഇനി ഞാൻ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് എന്നോർത്തൊന്നും നമ്മൾ
വ്യാകുലപ്പെടേണ്ട. ഏറ്റവും വലുതും നമ്മുടെ നീതീകരണമാണ്, നമ്മുടെ ശുദ്ധീകരണമാണ്. നാം ക്രിസ്തുവിനെ പോലെ ആയി തീരണം. നമ്മൾ നടക്കുമ്പോൾ, നമ്മൾ സംസാരിക്കുമ്പോൾ ക്രിസ്തു സംസാരിക്കുന്നു. ക്രിസ്തുവിന്റെ സ്ഥാനത്ത് നിന്നും കർത്താവിന്റെ നാവുകളായി, കർത്താവിന്റെ വായായി, കർത്താവിന്റെ ശബ്ദമായി നമ്മൾ മാറണം. അങ്ങനെയുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ നമ്മളെ തന്നെ സമർപ്പിക്കാം. കർത്താവെ, എന്നെ പണിയണമേ. കർത്താവെ, അങ്ങയോട് അടുക്കുവാൻ എൻ്റെ ജീവിതത്തിലുള്ള തടസ്സങ്ങളെ എല്ലാം അവിടുന്ന് നീക്കി തരുമാറാകണമേ. അങ്ങയുടെ ആത്മശക്തിയാൽ നിറയുവാൻ തടസ്സമായിട്ട് എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം അവിടുന്ന് നീക്കി തരുമാറാകണമേ. എൻ്റെ ഇഷ്ടങ്ങളൊന്നും വേണ്ട, എൻ്റെ ഹിതമൊന്നും വേണ്ട, എൻ്റെ പ്ലാനുകളോ പദ്ധതികളോ നിരൂപണങ്ങളോ ഒന്നും വേണ്ട. എൻ്റെ ഇഷ്ടങ്ങളോ ഇച്ഛകളോ വാഞ്ചകളോ മോഹങ്ങളോ ആഗ്രഹങ്ങളോ അഭിലാഷങ്ങളോ ഒന്നും വേണ്ട. കർത്താവെ, അവിടുത്തെ ഹിതം മാത്രം, നന്മയും പൂർണ്ണതയുമുള്ള തിരുഹിതം മാത്രം എൻ്റെ ജീവിതത്തിൽ നിറവേറണമേ. കർത്താവെ, എൻ്റേതായിട്ടുള്ള വഴികളെല്ലാം അങ്ങ് അടച്ചു കളയണമേ. എൻ്റെ മുമ്പിലുള്ള എൻ്റെ വഴികളെ അങ്ങ് അടച്ചു കളയണമേ. കർത്താവെ, അവിടുത്തെ വഴിയിലൂടെ മാത്രം എന്നെ നടത്തണമേ എന്നും, കർത്താവെ, എനിക്ക് ഈ പരീക്ഷയെ ജയിക്കുവാൻ കഴിയുകയില്ല, എനിക്ക് ഈ യുദ്ധഭൂമിയിൽ ജയിക്കുവാൻ വേണ്ടി കഴിയത്തില്ല. കർത്താവ്, എനിക്ക് ജയം തരണം. എന്നോട് കൂടെ ഇരുന്നും ഈ പരീക്ഷ ജയിക്കുവാൻ, ഈ പരീക്ഷ എഴുതുവാൻ കർത്താവെ, അങ്ങനെ സഹായിക്കണമേ. എൻ്റെ കൈ ഞാൻ അങ്ങയുടെ കൈകളിലേക്ക് തരുന്നു. കർത്താവെ, എൻ്റെ കൈകളിൽ അവിടുന്ന് മുറുകെ പിടിച്ചുകൊള്ളണമേ. ഈ ലോകത്തിൽ ഞാൻ വഴുതിപ്പോകാതെ വണ്ണം, അതേ കർത്താവെ, വഴുവഴുപ്പുള്ള തെറ്റിപ്പോകുന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. ഏത് സമയവും ഞാൻ തെറ്റിപ്പോകുവാൻ സാധ്യതയുണ്ട്. ഞാൻ വീണ് നിലംപരിചായി പോകാതെ ഇരിക്കുവാൻ കർത്താവ്, എൻ്റെ കൈതാ ഞാൻ അവിടുത്തെ ബലമുള്ള കരങ്ങളിലേക്ക് തരുന്നു. എൻ്റെ കരങ്ങളെ അവിടുന്ന് മുറുകെ പിടിച്ചു കൊള്ളണമേ. ഒരിക്കലും ഞാൻ വഴുതിപ്പോകാതെ വണ്ണം അവിടുത്തെ ബലിഷ്ഠമായ കരങ്ങളിൽ എന്നെ മുറുകെ പിടിച്ചു കൊള്ളണമേ എന്നും ഒരു ശിശുവിനെ പോലെ നാം പറയുന്നുവെങ്കിൽ, പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, അത് നന്നാകുവാൻ, മാറുവാൻ, രൂപാന്തരപ്പെടുവാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു ശിശുവിനെ പോലും പ്രാർത്ഥിക്കാമോ? കർത്താവെ, അവിടുത്തെ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ. അവിടുത്തെ സ്നേഹം എന്നിലൂടെ നിറഞ്ഞു കവിഞ്ഞൊഴുകുവാൻ, ആ സ്നേഹം മറ്റുള്ളവർ കാണുവാൻ, എൻ്റെ കുടുംബത്തിൽ നിറയുവാൻ, എൻ്റെ സഭയിൽ നിറയുവാൻ, എൻ്റെ സമൂഹത്തിൽ നിറയുവാൻ കർത്താവെ, എന്നെ ലോകത്തിനൊരു നന്മയാക്കി തീർക്കണമേ. അബ്രഹാമിനെ ലോകം മുഴുവനും ഒരു അനുഗ്രഹമാക്കി തീർത്ത ദൈവം നമ്മെയും അബ്രഹാമിന്റെ അതേ അനുഗ്രഹങ്ങൾ ദൈവം നമുക്കും തന്നിരിക്കുകയാണ്. പ്രാർത്ഥിക്കണം, കർത്താവ്, എന്നെയും അബ്രഹാമിനെ പോലെ ലോകം മുഴുവനും ഒരു അനുഗ്രഹമാക്കി തീർക്കണമേ. നോക്കണം, പ്രാർത്ഥിക്കുന്നതിനകത്ത് അവിശ്വാസമൊന്നും വേണ്ട. ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയും. ഏലിയാവ് നമ്മളെപ്പോലെ വെറും സാധാരണ ഒരു മനുഷ്യനായിരുന്നു. അപ്പന്റെ പേരോ കുടുംബത്തിന്റെ പേരോ ഒന്നും ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ഒരു സാധാരണ മനുഷ്യൻ. പക്ഷേ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന അതേ നമ്മുടെ സേവ നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കണം. ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ചു വന്ന ഒരു ഭക്തനെല്ലാം ആരും അറിയാതെ എവിടെയോ വനാന്തരങ്ങളിൽ ഏകാന്തമായ സ്ഥലത്തും വർഷങ്ങളായി ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന, ആരാധിക്കുന്ന, ദൈവത്തെ സേവിക്കുന്ന ഭക്തനായ ഏലിയാവ് തക്ക സമയമായപ്പോൾ ദൈവം പുറത്തു കൊണ്ടുവരുവാനിടയായി തീർന്നു. അരുളപ്പാടിന് വേണ്ടി, ആലോചനകൾക്ക് വേണ്ടി, വെളിപ്പാടുകൾക്ക് വേണ്ടി നാം ചിലപ്പോൾ ഏറെ നാളുകൾ കാത്തിരിക്കേണ്ടതായിട്ട് വരും. പൗലോസും ദമസ്കോസിൽ വെച്ച്, അഥവാ അന്ത്യോക്യയിലെ സഭയിൽ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടും അതിനുശേഷമായി താൻ അറബിയിലേക്ക് പോയി. പണ്ഡിതന്മാർ പലതും പറയുന്നുണ്ട്, 3 വർഷം 4 വർഷം അറബിയിൽ അവിടെ ഇരുന്ന് പ്രാപിച്ചു. എന്നും പോയില്ല. ശുശ്രൂഷകൾ ആരംഭിക്കുന്നതിന് മുമ്പ് ആത്മശക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് പൗലോസ് പറയുകയാണ്, ഞാൻ കർത്താവിൽ നിന്നും പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്യുന്നത് എന്തെന്നാൽ, പ്രിയപ്പെട്ടവർ, ഈ നാളുകളിൽ കർത്താവിൽ നിന്നും പ്രാപിക്കണം. അന്നന്ന് വേണ്ടുന്നതും സ്തോത്രം സ്തോത്രം പുതിയ പാട്ടും, അതേ പുതുക്കം പ്രാപിച്ച ജീവന്റെ വചനങ്ങൾ, 1 കൊരിന്ത്യർ 12:8 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50 51 52 53 54 55 56 57 58 59 60 61 62 63 64 65 66 67 68 69 70 71 72 73 74 75 76 77 78 79 80 81 82 83 84 85 86 87 88 89 90 91 92 93 94 95 96 97 98 99 100 101 102 103 104 105 106 107 108 109 110 111 112 113 114 115 116 117 118 119 120 121 122 123 124 125 126 127 128 129 130 131 132 133 134 135 136 137 138 139 140 141 142 143 144 145 146 147 148 149 150 151 152 153 154 155 156 157 158 159 160 161
കർത്താവിൽ നിന്നും പ്രാപിച്ച് നമ്മൾ കൊടുക്കുമ്പോൾ ജനങ്ങളെല്ലാവരും അത് ഏറ്റെടുക്കുവാനിടയായിത്തീരും. പഴയ പരിചയം വെച്ച് പണ്ട് നമ്മുടെ ഡയറിക്കകത്ത് എഴുതി വെച്ചിരിക്കുന്ന നമ്മുടെ ചില പ്രസംഗങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞായറാഴ്ച ആ പുസ്തകം തട്ടിയെടുത്ത് അല്ലെങ്കിൽ തട്ടി തുടച്ചിട്ടും അന്നേരം എടുത്ത് പറയുന്ന വചനങ്ങളൊന്നും ആരുടെയും ഹൃദയത്തിൽ ക്രിയ ചെയ്യുകയില്ല. കർത്താവിൽ നിന്നും പ്രാപിച്ചിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ ഓരോ ഞായറാഴ്ച കഴിയും തോറും ദൈവദാസന്മാർ ദൈവസന്നിധിയിൽ ഇരിക്കണം. കർത്താവെ, അടുത്ത കൂട്ടായ്മയിൽ, അടുത്ത സഭായോഗത്തിൽ ജനങ്ങൾക്ക് ഞാൻ കൊടുക്കേണ്ടുന്ന വചനങ്ങൾ എനിക്ക് നൽകണമേ. അതവരുടെ ഹൃദയങ്ങളെ കീറിമുറിച്ച് ഇരുവായ്ത്തലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതായി പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും തുളച്ചു ചെന്നും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിച്ച് അതേ രൂപാന്തരം ഉളവാക്കുന്ന, മാനസാന്തരം ഉളവാക്കുന്ന, പാപബോധം ഉളവാക്കുന്ന, ദൈവത്തിങ്കലേക്ക് ആകർഷിക്കുന്ന വചനങ്ങളായി തീരുവാൻ കർത്താവെ, എൻ്റെ നാവിനെ സമർത്ഥനായ ലേഖകന്റെ കൈകളിലെയും എഴുത്തുകോല് പോലെ എൻ്റെ നാവിനെ ആക്കണമേ. കർത്താവ്, എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കണം, എൻ്റെ നാവിനെ ശുദ്ധീകരിക്കണം, എൻ്റെ കണ്ണുകളെ ശുദ്ധീകരിക്കണം, എൻ്റെ കരങ്ങളെ, കാലുകളെ, ഹൃദയത്തെ ശുദ്ധീകരിക്കണം. എന്നെ അവിടുത്തെ വിശുദ്ധ മന്ദിരമാക്കി തീർക്കുമാറാകണമേ. കർത്താവെ, അവിടുത്തെ കണ്ണുകളാക്കി എൻ്റെ കണ്ണുകളെ മാറ്റണം. അവിടുത്തെ കരങ്ങളായി എൻ്റെ കരങ്ങളെ ഉപയോഗിക്കണം. മോശയുടെ കരത്തോടു കൂടെ ഇരുന്ന ദൈവം മോശയുടെ കരം കണ്ടാലൊന്നും ചെങ്കടലിൽ ചലിക്കത്തില്ല, അവിടെ നിൽക്കത്തേയുള്ളൂ. എന്നാൽ മോശ കൈ നീട്ടിയപ്പോൾ ചെങ്കടൽ കണ്ടത് മോശയുടെ കൈയെല്ലാം, മറിച്ച് സൃഷ്ടിച്ചവന്റെ കൈയാണ്, സൃഷ്ടാവായ ദൈവത്തിന്റെ കൈയാണ്. സമുദ്രം കണ്ടതും സമുദ്രം യഹോവയുടെ കൈ കണ്ടും സമുദ്രം ഞെട്ടിവിറച്ചും സമുദ്രം ഭയന്നുപോയി. സമുദ്രം യജമാനൻ കൽപ്പിച്ചതുപോലെ രണ്ടായി പിളർന്നു മാറുവാനിടയായി തീർന്നു. അതെ, നമ്മൾ കരം നീട്ടുമ്പോൾ നമ്മുടെ കരമല്ല, കർത്താവിൻ്റെ കരം അവിടെ കാണണം. സാത്താൻ കർത്താവിൻ്റെ കരം കാണണം. നമ്മൾ കാണുമ്പോൾ നമ്മുടെ കണ്ണുകൾ കർത്താവിൻ്റെ കണ്ണുകളായി, നമ്മുടെ നാവ് കർത്താവിൻ്റെ നാവായി തീരണം, നമ്മുടെ ശബ്ദം കർത്താവിൻ്റെ ശബ്ദമായി തീരണം. ഈ ദിവസങ്ങളിൽ ദൈവം പ്രവർത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സമർപ്പിക്കുന്നവരെയും ഏൽപ്പിച്ചു കൊടുക്കുന്നവരെയും സ്വർഗത്തിലെ ദൈവം പരിശുദ്ധാത്മാവും വീണ്ടും തൻ്റെ ശക്തിയാൽ നിറയ്ക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരും, പരിശുദ്ധാത്മാവ് ഇന്നും പ്രവർത്തിക്കുന്നു. ഇന്നും ആഗ്രഹിക്കുന്നവരെ തനിക്ക് വേണ്ടി, പരിശുദ്ധാത്മാവിന് വേണ്ടി വില കൊടുക്കുവാൻ തയ്യാറായിട്ടുള്ളവരെ ദൈവം വീണ്ടും നിറയ്ക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലാതെ ഈ വെള്ളിയാഴ്ച ഒരു ഉപവാസ പ്രാർത്ഥനയുണ്ട്. 11 മണിക്ക് ഉപവാസ പ്രാർത്ഥന തുടങ്ങും. 1 മണിയാകുമ്പോൾ ഉപവാസ പ്രാർത്ഥന അവസാനിക്കും. കേരളത്തിൽ ഒരു ചടങ്ങാണ്. 1 മണി കഴിയുമ്പോൾ ഇലയും കൊണ്ട് അവിടുത്തെ കൊച്ചമ്മ ഓടുകയാണ്. അവിടെ ഓണത്തെ പോലും വെല്ലുന്ന സദ്യയാണ് നടക്കുന്നത്. ഇത് കണ്ടപ്പോൾ ഞാൻ പാസ്റ്ററോട് ചോദിച്ചു, പാസ്റ്ററെ, ഇന്നത്തെ ദിവസം എന്തുവാ, ഉപവാസ പ്രാർത്ഥനയല്ലേ ഇവിടെ നടക്കുന്ന? ഇത് 10:30 വരും, 11 വരും, 1 മണിയാകുമ്പോൾ പിടിച്ചു നിർത്തും, വീണ്ടും സമൃദ്ധമായ ഭക്ഷണം അങ്ങോട്ട് വിളമ്പുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്ക് തന്നെ അറിയത്തില്ല. നാശത്തിലേക്കുള്ള പോക്കാണ്. അതേ, ദൈവസന്നിധിയിൽ നേരോടുകൂടെ പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും നമ്മൾ സമർപ്പിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും ദൈവം തൻ്റെ ശക്തി നമ്മുടെ മേൽ അയക്കുവാനിടയായിത്തീരും. നിങ്ങൾക്കറിയണമോ, ഒരു കറുത്ത യൗവനക്കാരൻ, നീഗ്രോ ബോയ്, ഒരു യൗവനക്കാരൻ, അവൻ്റെ പിതാവ് ഒരടിമയായിരുന്നു. ഒരടിമയായ നീഗ്രോയുടെ മകൻ ബൈബിൾ വായിച്ചു രക്ഷിക്കപ്പെട്ടും ദൈവസഭയിൽ, വെള്ളക്കാരുടെ സഭയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി വായിച്ചും, അപ്പോസ്തല പ്രവൃത്തി 1ഉം 2ഉം ഒക്കെ വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ തൻ്റെ ഉള്ളിലേക്ക് ഒരു വിശ്വാസം കടന്നു വന്നും അപ്പോസ്തല പ്രവൃത്തി 1:8 വീണ്ടും നടക്കും, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം വീണ്ടും സംഭവിക്കും എന്ന് ആ ചെറുപ്പക്കാരൻ വിശ്വസിച്ചും തൻ്റെ സഭയിലുള്ള വെള്ളക്കാരനായ
പാസ്റ്ററോട് പറഞ്ഞു, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം വീണ്ടും നടക്കും നടക്കും, ദൈവം അത് വീണ്ടും ചെയ്യുമെന്ന് പറഞ്ഞു. എന്നാൽ ആ വെള്ളക്കാരുടെ സഭയിലുള്ളവ മൂപ്പന്മാര് പറഞ്ഞതും, എടോ അത് 1-ാം നൂറ്റാണ്ടിൽ നടന്ന സംഭവമാണ്, ഇത്രയും നൂറ്റാണ്ട് നടന്ന് ഇനി ഒന്നും സംഭവിക്കത്തൊന്നുമില്ല, അത് നടന്ന കാര്യമാണ്, ഇനി അതൊന്നും നടക്കുകയില്ല. എന്നാൽ ഈ ചെറുപ്പക്കാരന്റെ ഉള്ളിൽ ഇതിങ്ങനെ കത്തിക്കൊണ്ടേ ഇരുന്ന് അത് കെട്ടുപോയില്ല. അതിങ്ങനെ പുകഞ്ഞു പുകഞ്ഞു പുകഞ്ഞും അവൻ സഭയിൽ ചെല്ലുമ്പോഴെല്ലാം അവൻ ഇത് തന്നെ പറയാൻ വേണ്ടി തുടങ്ങി. അവന് പ്രാർത്ഥിക്കാൻ ഒരു അവസരം ലഭിക്കുമ്പോൾ അവൻ ഈ വചനങ്ങൾ പറഞ്ഞും പ്രാർത്ഥിക്കുവാൻ വേണ്ടി തുടങ്ങി. ഇത് ആ സഭയ്ക്ക് ഒരു അലോസരമായി തീർന്നു. അവസാനം ആ സഭയിലുള്ളവരെ അവനെ താക്കീത് ചെയ്തും, ഇനി ഈ കാര്യം ഇവിടെ മിണ്ടിപ്പോകരുതെന്ന് പറഞ്ഞു. അവസാനം അവനെ ആ സഭയിൽ നിന്ന് പുറത്താക്കി. എന്നിട്ട് ആ സഭ അവനെ വിരോധമായിട്ട് പൂട്ടിക്കളയുവാനിടയായി തീർന്നു. അവനെ പുറത്താക്കി. എന്നിട്ട് അത് മാത്രമല്ല അവർ ചെയ്തത്, അടുത്തുള്ള സഭകളിലെല്ലാം മെസ്സേജ് കൊടുത്ത് ഇവൻ വന്നാൽ കയറ്റരുതെന്ന്. അങ്ങനെ ഇവൻ ഒറ്റപ്പെട്ടു പോയിരുന്ന് പ്രാർത്ഥിക്കുവാൻ പോലും ഒരിടമില്ലാതെ തൻ്റെ സുഹൃത്തായ കറുത്ത വർഗക്കാരനായ ലീ എന്ന് പറയുന്ന ഒരു കൂട്ടുകാരന്റെ വീട്ടിൽ ചെന്നും അദ്ദേഹത്തോട് ചോദിച്ചു, അയാളും വിശ്വാസിയാണ്, എനിക്ക് നിങ്ങളുടെ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുവാൻ സൗകര്യം തരാമോ എന്ന് ചോദിച്ചു. അയാൾ മനസ്സോടുകൂടെ തൻ്റെ ചെറിയ വീട്ടിലെ ആ ഒരു ചെറിയ മുറി, അതേ ഉള്ളൂ, 10-15 പേർക്ക് ഇരിക്കാവുന്ന മുറി, അതിനകത്ത് പ്രാർത്ഥിച്ചു കൊള്ളാൻ പറഞ്ഞു. എന്തായാലും ഒരു ചെറുപ്പക്കാരൻ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ വീട്ടിലുള്ള ലീയും തൻ്റെ ഭാര്യയും 2 കുഞ്ഞുങ്ങളും ആ പ്രാർത്ഥനയോട് ചേർന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 4 പേരും കൂടെ ആ പ്രാർത്ഥനയിൽ ചേർന്നു. 3 ദിവസം കഴിഞ്ഞപ്പോൾ അവർക്ക് തോന്നി ഉപവാസം കൂടെ അവരുടെ പ്രാർത്ഥനയോട് ചേർക്കണമെന്നും ഉപവസിച്ച് പ്രാർത്ഥിക്കണമെന്ന് തോന്നി. അങ്ങനെ അവർ 10 ദിവസം പ്രാർത്ഥിക്കുവാൻ ഇടയായിട്ടൊന്നുമില്ല, മറ്റൊന്നുമില്ല. അവരെ ബൈബിള് പഠിപ്പിക്കുവാൻ പ്രസംഗിക്കുവാൻ ഒന്നും അവിടെ ഒരു പാസ്റ്റർമാരും ഇല്ല. അവർക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം നടക്കും. എല്ലാ ദിവസവും എല്ലാ മണിക്കൂറുകളും അതേ വചനങ്ങൾ തന്നെ അവർ വായിച്ച് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഇത് വീണ്ടും നടക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഇത് വീണ്ടും അവിടുന്ന് ഞങ്ങളുടെ നടുവിൽ ചെയ്യുമാറാകണമെന്ന്. അങ്ങനെ 10-ാമത്തെ ദിവസം ഈ സെയ്മൂർ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരന്റെ മേലല്ല ആദ്യമായിട്ട് ആത്മാവ് വന്നതും അവിടെ കൂടിയിരുന്ന ഒരു കറുത്ത വർഗക്കാരന്റെ മേൽ ഇത് വരുവാനിടയായി തീർന്നു. അതൊരു തുടക്കമായിരുന്നു. അത് കഴിഞ്ഞ് ലീ എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തിന്റെ മേൽ ഈ ആത്മാവ് ഇറങ്ങി വന്നു. അത് കഴിഞ്ഞ് 2 കൊച്ചു കുഞ്ഞുങ്ങളുടെ മേൽ ഈ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ സെയ്മൂർ എന്ന് പറയുന്ന ഈ കറുത്ത വർഗക്കാരന്റെ മേൽ ഈ ആത്മാവ് ഇറങ്ങി വന്നത്. അങ്ങനെ ആത്മശക്തിയോടെ വ്യാപരിക്കുവാൻ വേണ്ടി തുടങ്ങി. ഇത് കേട്ട് 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 ആളുകളെല്ലാം കൂടെ ഓടിക്കൂടുവാൻ വേണ്ടി തുടങ്ങി. ആ ചെറിയ വീട്ടിനകത്ത് 10-15 പേർക്ക് ഇരിക്കാവുന്ന വീട്ടിനകത്ത് ഏകദേശം 100 പേരോളം തിങ്ങിക്കൂടി. അവസാനം ആ ചെറിയ വീട് ഇടിഞ്ഞു വീഴുവാൻ, തകർന്നു വീഴുവാൻ ഇടയായി തീർന്നു. പക്ഷെ ഒരാൾക്ക് പോലും ഒരു പോറല് പോലും ഏൽറ്റില്ല. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയൊക്കെ അങ്ങനെയായിരിക്കും. നമുക്കറിയാം, ഇന്ന് വീഴിക്കുന്നവർ ഇങ്ങനെ നടക്കുകയാണ്. വീഴിക്കുന്നവരുടെ പുറകെ ഒരു 4-5 എണ്ണം ഇങ്ങനെ നടക്കുകയാണ് വീഴുന്നവരെ പിടിക്കാൻ വേണ്ടി. എടാ, ദൈവത്തിന്റെ ആത്മാവിലാണ് വീഴുന്നതെങ്കിൽ നീ എന്തിനാ പിടിക്കാൻ വേണ്ടി പോകുന്നേ? നോക്കണം, പഞ്ചാബിൽ ഒരു ഫ്രോഡുണ്ട്. ഇന്നലെ അവന്റെ വാർത്ത കേൾക്കുവാനിടയായി തീർന്നു. വർഷങ്ങൾക്ക് മുമ്പ് ആദ്യമായിട്ടും അവന്റെ ഒരു ശബ്ദം കേട്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഇവൻ ഫ്രോഡാണെന്ന് പറഞ്ഞു. അവിടെ വലിയ അത്ഭുതം. വിജേന്ദർ സിംഗ് എന്ന് പറയുന്ന, പ്രിയപ്പെട്ടവർ, നിങ്ങൾ കേട്ട് കാണും, ഇന്നലെ മലയാള മനോരമയിലും മെയിൻ ന്യൂസ് ആണ് വന്നത്. അവൻ തട്ടിപ്പാണ്, അവൻ കള്ളനാണ് എന്നുള്ള വാർത്ത വരുവാൻ, തെളിവുകൾ സഹിതം വരുവാനായിട്ടും ഇടയായി തീർന്നു. എനിക്കറിയാവുന്ന ഏറ്റവും അടുത്ത ഒരു കുടുംബം, അവരും ഒരല്പം പ്രയാസം അവരുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ, ഒരു രോഗം കടന്നു വന്നപ്പം അവര് എന്നോട് പറയുകയാണ്, പാസ്റ്ററെ, ഞാനും ഇയാളുടെ അടുക്കലെന്ന് പോയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരിക്കലും പോകരുത് എന്ന് പറഞ്ഞ് അവരെ എന്ത് ചെയ്തു, ഞാൻ നിരുത്സാഹപ്പെടുത്തി. നിങ്ങൾ അവിടെ പോകണ്ട, നിങ്ങൾ ഇരിക്കുന്നിടത്ത് തന്നെ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന് കടന്നു വരുവാൻ കഴിയും. ഒരുപക്ഷെ അവർക്ക് വിഷമം ഉണ്ടായിക്കാണും. അവർ പറഞ്ഞതും കുറച്ചു പേർ അവിടെ പോയി, വലിയ അത്ഭുതങ്ങളൊക്കെ നടന്നു. അത് കേട്ടപ്പോഴാണെന്ന് പൊയ്ക്കളയാമെന്ന് വിചാരിച്ചതും.
പ്രിയപ്പെട്ടവരെയും അവിടെയും ഇവിടെയും എവിടെയും ഒക്കെ അത്ഭുതങ്ങൾ എന്നൊക്കെ പറഞ്ഞും അവിടെയും ഇവിടെയും വലിഞ്ഞു കയറി പോകരുതും. വല്ലവരുടെയൊക്കെ കൈയെടുത്തും ആദ്യ അശുദ്ധരായവരും അല്ലെങ്കിൽ ദൈവത്താൽ ത്യജിക്കപ്പെട്ട കള്ളന്മാരുടെയൊക്കെ കൈയെടുത്ത് നമ്മുടെ തലയിൽ വയ്ക്കുവാൻ ഇടയായി തീരരുതും. എന്തായാലും കള്ളം ഒരു ദിവസം ഒന്നുകിൽ ഭൂമിയിൽ പിടിക്കപ്പെടും, അല്ലെങ്കിൽ സ്വർഗത്തിൽ പിടിക്കപ്പെടും. നമുക്ക് ബലം കൊണ്ടറിയാം വൃക്ഷം എങ്ങനെയുള്ളതാണെന്ന്. ആകാത്ത ഫലം കായ്ക്കുന്ന നല്ല വൃക്ഷമില്ല, നല്ല ഫലം കായ്ക്കുന്ന ആകാത്ത വൃക്ഷവുമില്ല. നമ്മളത് വിവേചിക്കുകയാണെങ്കിൽ, ഞാൻ ചണ്ഡീഗഡിലായിരിക്കുമ്പോൾ ഞാൻ ഒരു സഭയുടെ അസോസിയേറ്റ് ആയിട്ടും പാസ്റ്റർ ഇല്ലെങ്കിൽ ഞാൻ ശുശ്രൂഷകളൊക്കെ നടത്തും. അങ്ങനെ പാസ്റ്റർ ഒരു ദിവസം ഒരു പ്രവാചകൻ വന്നു. എന്നിട്ട് ഞാൻ അന്ന് ജോലി കഴിഞ്ഞ് വന്നപ്പം എൻ്റെ ബസ് എനിക്ക് മിസ്സായി. അപ്പം ഞാൻ വന്നപ്പം തന്നെ ആളുകളെല്ലാവരും ഒരു 50 പേർക്ക് ഇരിക്കുന്ന ഹോളിൽ ഏകദേശം 60, 70, 90 പേരോളം ഇങ്ങനെ ഞെരുങ്ങി ഒറ്റക്കാലിലൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ വന്നപ്പോൾ എനിക്ക് ഫ്രണ്ടിൽ പോയിരിക്കുവാനായിട്ട് സ്ഥലമില്ല, അങ്ങോട്ട് നടന്നു പോകാനായിട്ട് പറ്റത്തില്ല. ഞാൻ ഏറ്റവും ബാക്കിലും ഇങ്ങനെ വന്നിരിക്കുകയാണ്. ഇനി ഇരിക്കുമ്പം എനിക്ക് ഇദ്ദേഹത്തിൻ്റെയും സംസാരങ്ങൾ കാണുമ്പോൾ ആത്മാവുള്ളവർക്കും വിവേചിക്കുവാനുള്ള വരം കൊണ്ട് ദൈവം കൊടുത്തിട്ടുണ്ട്. എനിക്കെന്തോ പന്തികേട് തോന്നി. ഇദ്ദേഹം പറയുകയാണ്, ഇന്ന് പരിശുദ്ധാത്മാവ് പറയുന്നതെല്ലാം ചെയ്യുവാൻ നിങ്ങൾ തയ്യാറാകണം. ഡാൻസ് ചെയ്യാൻ പറഞ്ഞാൽ ഡാൻസ് ചെയ്യണം, കൈ ഉയർത്താൻ പറഞ്ഞാൽ, കൈ അടിക്കാൻ പറഞ്ഞാൽ, ഉച്ചത്തിൽ പാടാൻ പറഞ്ഞാൽ. പിന്നിട്ട് ഇയാള് പറയുകയാണ്, ഇന്ന് പരിശുദ്ധാത്മാവ് തലകുത്തി നിൽക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ തലകുത്തി നിൽക്കണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഇവൻ ശരിയല്ല, ഇവൻ വ്യാജനാണെന്ന്. കാരണം പരിശുദ്ധാത്മാവ് ഒരിക്കലും തലകുത്തി നിൽക്കാനൊന്നും ആരോടും പറയുകയില്ല. സുബോധത്തോട് മര്യാദയ്ക്ക് നേരെ നിൽക്കാൻ മാത്രമേ പരിശുദ്ധാത്മാവ് പറയുകയുള്ളൂ. ഒരിക്കലും ഒരു സഹോദരൻ സഭയിൽ നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്ന, അതായത് ലേഖനങ്ങളൊക്കെ നന്നായി പഠിക്കുന്ന ഒരു സഹോദരൻ നന്നായിട്ട് ഈ ലേഖനങ്ങളൊക്കെ വ്യാഖ്യാനിക്കും. ഞാൻ ആ സഹോദരനിൽ ചെറിയ പയ്യനാണ്, ഒരു തികഞ്ഞ ശുശ്രൂഷകനെ ഞാൻ കണ്ടിരുന്നു. ഞാൻ അവനെ വളർത്തിയെടുത്തുകൊണ്ട് വന്ന ഒരു നല്ല ശുശ്രൂഷകനായി നിർത്തണമെന്നൊക്കെ ആഗ്രഹിച്ചു. അപ്പോൾ കുറേ ദിവസം കഴിഞ്ഞപ്പം എന്നോട് ഫോൺ ചെയ്ത് ചോദിക്കുകയാണ്, ഞാൻ ക്യാപ്റ്റൻ ഷാമുവേൽ പ്രസംഗം കേൾക്കാറുണ്ട്, പക്ഷെ ഞാൻ ഇപ്പോൾ ഈ ദിവസങ്ങളിൽ തങ്കുവിൻ്റെ പ്രസംഗങ്ങളും കേൾക്കാറുണ്ട്. എന്നിട്ട് എന്നോട് ചോദിക്കുകയാണ്, ഏതാണ് ശരിയെന്ന്. ഞാൻ എന്താ മറുപടി പറയേണ്ടത്? ഞാൻ പറഞ്ഞു, നീ ദൈവത്തോട് ചോദിക്കും. ദൈവാത്മാവിൽ നിന്ന് വരുന്ന വചനപ്രകാരമുള്ള സന്ദേശം ഏതാണെന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തും. ഒരു കാര്യം ഞാൻ പറയാം, തങ്കു പറയുന്നതൊന്നും ബൈബിളിലുള്ളതൊന്നും അല്ല, അത് തങ്കുവിൻ്റെ വചനമാണ്. അതനുസരിച്ച് പോയി കഴിഞ്ഞാൽ നീയും അവനെ പോലെ പട്ടുപോകുവാൻ ഇടയായിത്തീരും. സാത്താന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് പോകേണ്ടി വരും. അപ്പം ഞാൻ വിചാരിച്ചു ഇവൻ ഗുണപ്പെട്ടു എന്ന് ഞാൻ വിചാരിച്ചു. അപ്പം നമുക്കറിയാം, ക്യാപ്റ്റൻ ഷാംപൂലിൻ്റെ വചനങ്ങളൊക്കെ ഭയങ്കര തീഷ്ണതയുള്ള വചനങ്ങളാണ്, കട്ട് ആൻഡ് റൈറ്റ് വചനങ്ങളാണ്. അതിനകത്ത് ഒരു കോംപ്രമൈസും ഇല്ല, ഒരു മായവും ഇല്ല. ഞാൻ സന്തോഷിച്ചു, ആ സന്ദേശങ്ങളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. കുറേ നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ അടുക്ക് വന്നു പറയുകയാണ്, പാസ്റ്റർ എനിക്ക് സഭ മാറണം, ഞാൻ ഈ സഭ വിട്ടു പോവുകയാണെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ഭയങ്കരമായ ഹൃദയത്തിൽ എനിക്ക് ഭയങ്കര ഷോക്കുണ്ടായി. അപ്പം ഞാൻ ചോദിച്ചു, നീ എന്താ സഭ വിട്ടു പോകുന്നത്? എന്താ ഈ സഭയിലും പരിശുദ്ധാത്മാവല്ലേ നയിക്കുന്നത്? അതായത് ദൈവകൃപ ഇല്ലാത്ത ദൈവദാസനാണോ നയിക്കുന്നത്? അപ്പോൾ അവൻ പറയുകയാണ്, പാസ്റ്റർ എനിക്ക് വീഴിക്കുന്ന ശുശ്രൂഷ ചെയ്യണം. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് വീഴിക്കാൻ വേണ്ടിയല്ല, വീണ് കിടക്കുന്നവനെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയാണ്. നിൽക്കുന്നവനെ വീഴിക്കുവാനുള്ള ശുശ്രൂഷയല്ല ദൈവം നമുക്ക് തന്നിരിക്കുന്നതും. വീണ് കിടക്കുന്നവനെ, നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും കിടക്കുന്നവനെ, താണുപോകുന്നവനെ, നിലംപരിചായി കിടക്കുന്നവനെ, പാപത്തിന്റെ ചേറ്റിൽ കിടക്കുന്നവനെ, അവനെ എഴുന്നേൽപ്പിച്ച് ക്രിസ്തുവാകുന്ന പാറയിൽ നിർത്തുവാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഞാൻ എത്ര കൺവിൻസ് ചെയ്യാൻ നോക്കിയിട്ടും അവൻ കൺവിൻസ് ആകുന്നില്ല. അവന്റെ മൈൻഡ് കറപ്റ്റായി പോയി എന്ന് എനിക്ക് മനസ്സിലായി. അവന്റെ മനസ്സ് മുഴുവൻ സാത്താൻ കവർന്നു എന്നെനിക്ക് മനസ്സിലായി. അവസാനം ഞാൻ പറഞ്ഞതൊന്നും കേൾക്കുവാൻ അവൻ തയ്യാറായില്ല. അവൻ എന്നെ വിട്ടു പോകുവാൻ, പൗലോസ് പറയുന്നത് പോലെ എന്നെ വിട്ടു പോകുവാൻ ഇടയായി തീർന്നു. വലിയ സങ്കടകരമായ കാര്യമാണ്. ഇത്രയും
ആ ലേഖനങ്ങളിൽ നിന്ന് ഇതുപോലെ വചനങ്ങൾ പഠിക്കുന്ന ഒരാളും നോക്കണം പ്രിയപ്പെട്ടവരും, ചതിയിൽ അകപ്പെടുവാൻ, വഞ്ചനയിൽ അകപ്പെടുവാൻ, നമ്മുടെ മനസ്സ് കറപ്റ്റായി പോകുവാൻ, അത് ദൈവിക സംസർഗത്തിലിരുന്ന ഹൗവായെ സാത്താൻ ഉപായത്താൽ വഞ്ചനയിലൂടെ ചതിയിലൂടെ വീഴിച്ചുവെങ്കിൽ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ടും തെറ്റിപ്പോകുവാൻ നമുക്കും സാധ്യതയുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഇത് വല്ലാത്തൊരു കാലഘട്ടമാണ്. നമ്മൾ വഞ്ചിക്കപ്പെടരുതും. നമ്മളിലൂടെ ക്രിസ്തുവിൻ്റെ മഹിമ വെളിപ്പെടണം. അവസാനം ചണ്ഡീഗഡിൽ വെച്ച് കണ്ട ആ പാസ്റ്ററും മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ ഇവനെ ശ്രദ്ധിക്കണം, ഇവൻ ഡേഞ്ചറാണ്, ഇവൻ ശരിയായിട്ടുള്ള ആളല്ല. പക്ഷെ അവരൊന്നും എൻ്റെ വാക്ക് കേൾക്കാനായിട്ടും അങ്ങോട്ട് മനസ്സ് വെച്ചില്ല. ഭൂരിപക്ഷത്തിൻ്റെ കൂടെ നിൽക്കുകയാണ്. ഭൂരിപക്ഷം എന്ന് പറയാൻ ഞാൻ മാത്രമേ ഉള്ളൂ ഒറ്റയ്ക്ക് നിൽക്കുന്നത്. ബാക്കി എല്ലാവരും ഇയാളുടെ കൂടെ തുള്ളുകയാണ്, ഇയാളെ പൊക്കിക്കൊണ്ട് നടക്കുകയാണ്. അവസാനം അവർക്ക് മനസ്സിലായി, കുറേ ദിവസമെടുത്തു ഇവൻ വ്യാജനാണെന്നും അവർക്ക് തിരിച്ചറിയാൻ വേണ്ടി. അത് ആത്മാവിലല്ല, നടന്ന സംഭവത്തിൻ്റെ വെളിച്ചത്തിൽ അവർക്കത് മനസ്സിലാക്കുവാൻ ഇടയായിത്തീർന്നു. പ്രിയപ്പെട്ടവർ, ഈ കാലഘട്ടങ്ങളിൽ നമുക്ക് ഏറ്റവും ആവശ്യം വിവേചിക്കുവാനുള്ള വിവേചനപരമാണ്. ഏതൊരു വ്യക്തിയെയും വിവേചിക്കുവാൻ, ഇത് കർത്താവിൽ നിന്നാണോ, ഇത് സാത്താനിൽ നിന്നാണോ, ഇത് മനുഷ്യനിൽ നിന്നാണോ എന്ന് വിവേചിക്കുവാനുള്ള ആത്മശക്തി നമ്മൾ പ്രാപിക്കുകയാണെങ്കിൽ ചതിയിൽ നമ്മൾ അകപ്പെടുകയില്ല. മറിച്ച് ചതിയിലായിരിക്കുന്ന, അകപ്പെട്ട് കിടക്കുന്ന അനേകരെ രക്ഷിക്കുവാൻ വേണ്ടിയും നമുക്ക് സാധിക്കുവാൻ ഇടയായിത്തീരും. ആക്ച്വലി ഇന്ന് ഞാൻ സംസാരിക്കാൻ വേണ്ടി വന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിനെ കുറിച്ച് പറയുവാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ആഗ്രഹിച്ചത്. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 10-ാം വാക്യം, അവൻ പോകുന്നേരം അവർ ആകാശത്തിലേക്ക് ഉറ്റ് നോക്കുമ്പോൾ വെള്ള വസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്നും, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്തും? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പറഞ്ഞു, ഞാൻ മരിക്കും, ഞാൻ ക്രൂശിക്കപ്പെട്ട് മരിക്കും, ഞാൻ അടക്കപ്പെടും, 3-ാം നാൾ ഞാൻ ഉയർത്തെഴുന്നേൽക്കും. സ്തോത്രം. ഇവിടെ പറയുകയാണ്, ദൂതന്മാർ പറയുകയാണ്, അവൻ പോയതുപോലെ മടങ്ങി വരും. നമുക്കറിയാം, ഈ ലോകത്തിൽ അനേക ഗുരുക്കന്മാരും അനേക മത നേതാക്കന്മാരും അനേക ദേവന്മാരും അവരെല്ലാവരും പോകുകയാണ് എന്ന് പറഞ്ഞു പോയി. അതെല്ലാം അന്ത്യയാത്രയായിരുന്നു, അവസാന യാത്രയായിരുന്നു, അന്തിമ യാത്രയായിരുന്നു. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പും സ്വർഗാരോഹണവും അന്തിമ യാത്രയായിരുന്നില്ല. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, എല്ലാവരും പോകുകയാണ് എന്ന് പറഞ്ഞു പോയി, മരിച്ചു, മൺമറഞ്ഞു. എന്നാൽ തിരികെ വരും, ഞാൻ വീണ്ടും വരുമെന്ന് പറഞ്ഞ ഈ ഉലകത്തിൽ ഒരേ ഒരാളെ ഉള്ളൂ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെ ഉലകത്തിൽ ജീവിക്കുന്ന ദൈവം വേറെ ആരും ഇല്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ജനിച്ചതുപോലെ ഇന്ന് വരെ ആരും ജനിച്ചിട്ടില്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ജീവിച്ചതുപോലെ ഇന്ന് വരെയും ആരും ജീവിച്ചിട്ടില്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പ്രവർത്തിച്ചതുപോലെ ഇന്ന് വരെയും ആരും പ്രവർത്തിച്ചിട്ടില്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിട്ടുള്ളതുപോലെ, സംസാരിച്ചിട്ടുള്ളതുപോലെ ഇന്ന് വരെയും ആരും സംസാരിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മരിച്ചതുപോലെ ഈ ഉലകത്തിൽ ഒരാൾ പോലും മരിച്ചിട്ടില്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുപോലെ ഇന്ന് വരെയും ഒരുവൻ ഈ ഉലകത്തിൽ ഉയർത്തെഴുന്നേറ്റിട്ടില്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തിരുവെഴുത്തിൻ പ്രകാരം ജനിച്ചും, തിരുവെഴുത്തിൻ പ്രകാരം ജീവിച്ചും, തിരുവെഴുത്തിൻ പ്രകാരം മരിച്ചും, തിരുവെഴുത്തിൻ പ്രകാരം യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റും അതേ യേശു ക്രിസ്തു ഇനി വീണ്ടും വരും. അത് ഇന്ന് വരെ ഉലകത്തിൽ ആർക്കും പറയുവാൻ കഴിയാത്തതും ആരും ചെയ്തിട്ടില്ലാത്തതും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ വീണ്ടും വരും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെ ഈ ലോകത്തിൽ വേറെ ആരും ഇല്ല എന്നുള്ള
യാഥാർത്ഥ്യം. നാം സേവിക്കുന്ന ദൈവം, നാം ആരാധിക്കുന്ന ദൈവം, നാം വണങ്ങുന്ന ദൈവം, നാം ശുശ്രൂഷിക്കുന്ന ദൈവം, നാം എടുത്തിരിക്കുന്ന ദൈവത്തിന്റെ വചനം, അത് ജീവനുള്ള ദൈവത്തിന്റെ വചനമാണ്. ആരൊക്കെ അല്ല 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 എന്ന് പറഞ്ഞാലും അതല്ലാതാകുന്നില്ല. സത്യം സത്യമായി തന്നെ നിലനിൽക്കും. വ്യാജന്മാര്, ബോഷ്ക്ക് പ്രചരിപ്പിക്കുന്ന ഒരു കള്ളപ്രവാചകന്മാരും അവർ കള്ളം ബോഷ്ക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കും. അവരുടെ തിയറി എന്ന് പറയുന്ന ഓഫൻ റിപ്പീറ്റ് ലൈഫ് ഫോർ മെനി ടൈം പീപ്പിൾ വുഡ് ബിലീവ്. ഒരു കള്ളം സത്യമാണെന്ന് പല പ്രാവശ്യം പറയുമ്പോൾ ജനങ്ങൾ വിശ്വസിക്കുമെന്നാണ് അവർ വിചാരിക്കുന്നത്, വിശ്വസിക്കുന്നതും. ബൈബിൾ തിരുത്തിയതാണെന്ന് പറയുമ്പോൾ അത് നാട് നീളെ നമ്മുടെ ഇസ്ലാമിക കള്ളപ്രചാരകന്മാർ ലോകം മുഴുവനും അവരെ അച്ചടിച്ച് പ്രചരിപ്പിക്കുകയാണ്. ബൈബിൾ തിരുത്തിയതാണ്. എത്ര തിരുത്തിയതാണെന്ന് പറഞ്ഞാലും ബൈബിളായിട്ട് തന്നെ ദൈവവചനമായി തന്നെ നിൽക്കുന്നു. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവരോട് സംവാദിച്ചിട്ടുണ്ട്, അവരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ തിരുത്തി എന്ന് പറയുന്ന ഈ പുസ്തകം, കോപ്പിയാണെന്ന് പറയുന്ന ഈ പുസ്തകം, ഇന്ന് ഈ പുസ്തകം വായിച്ചിട്ടാണ്, തിരുത്തി എന്ന് പറയുന്ന ഈ പുസ്തകം വായിച്ചിട്ടാണ് ഞാൻ മാനസാന്തരപ്പെട്ടതും ഞാൻ രക്ഷിക്കപ്പെട്ടതും. ഇന്നും ലോകത്തിൽ ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷക്കണക്കിനും ഇന്നും പാപികളെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു സന്ദേശമുണ്ടെങ്കിൽ, ഇന്നും നരകയോഗ്യരായ മനുഷ്യരെ സ്വർഗ യോഗ്യരാക്കി മാറ്റുന്ന ഒരു പുസ്തകമുണ്ടെങ്കിൽ, ഇന്നും പാപികളായ മനുഷ്യരെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന ഒരു പുസ്തകമുണ്ടെങ്കിൽ അത് ഈ ദൈവത്തിന്റെ വചനമാണ്. തിരുത്തി എന്ന് പറയുന്ന പുസ്തകത്തിന് ഇത്രയും ശക്തി ഉണ്ടെങ്കിൽ ഇത് ദൈവത്തിന്റെ വചനമല്ലാതെ മറ്റെന്താണ്? ഉലകത്തിൽ വേറെ ഒരു മതഗ്രന്ഥങ്ങളും, അവരുടെ മതഗ്രന്ഥങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ അവൻ കൊടും ക്രൂരനായി മാറും. അവൻ നല്ല മനുഷ്യനാണെങ്കിൽ, നല്ല മനസാക്ഷിയുള്ളവനാണെങ്കിലും, നല്ല സമൂഹത്തിൽ നല്ല കരുണയുള്ളവനായി ജീവിക്കുന്നവനാണെങ്കിലും അവരുടെ മതഗ്രന്ഥം വായിച്ചു കഴിഞ്ഞാൽ അവൻ ദുഷ്ടനായി മാറും, അവൻ ചെന്നായായി മാറും, അവൻ കഠിനഹൃദയനായി മാറും, അവൻ മനുഷ്യന്റെ രക്തദാഹിയായി മാറും. നിരപരാധികളെ കൊല്ലുവാൻ തക്കവണ്ണം അവൻ അത്ര ദുഷ്ടഹൃദയമുള്ളവനായി മാറും, അവൻ ഭീകരനായി മാറും അവരുടെ പുസ്തകം വായിച്ചാൽ. എന്നാൽ ബൈബിൾ വായിച്ചു കഴിഞ്ഞാൽ എത്ര കൊടും നീചനായ മനുഷ്യനെയും, കൊടും പാപികളെയും, കൊടും ക്രിമിനലുകളെയും, കൊടും പാപികളെയും രൂപാന്തരപ്പെടുത്തുന്നതാണ് ദൈവത്തിന്റെ വചനം. കർത്താവ് പറയുകയാണ്, നിന്റെ പാപങ്ങൾ രക്താംബരം പോലെ കടുംചുവപ്പായിരുന്നാലും ഹിമം പോലെ ഞാനതിനെ വെളുപ്പിക്കാം. ദൈവത്തിന്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്തിന് ക്ഷമിക്കാൻ കഴിയാത്ത ഒരു പാപങ്ങളുമില്ല. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്തിന് കഴുകിക്കളയാൻ കഴിയാത്ത ഒരു പാപക്കറകളുമില്ല. യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപങ്ങളും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശു പറഞ്ഞു, യേശു സ്വർഗാരോഹണം ചെയ്തു. ദൂതന്മാര് പറയുകയാണ്, അവൻ പോയതുപോലെ തന്നെ മടങ്ങി വരും. ഇതാണ് ക്രിസ്തീയ പ്രത്യാശ എന്ന് പറയുന്നത്. ഒരിക്കൽ ഞാനൊരു കത്തോലിക്ക സഹോദരനെ കണ്ടു. അവൻ മദ്യപിച്ചിട്ടുണ്ട്, നാട്ടിൽ പോയിട്ട് കുറെ നാളുകളായി, ഡോക്യുമെന്റുകളൊന്നുമില്ല, കിട്ടുന്ന പണം മുഴുവനും അവൻ മദ്യപിച്ചും അവന്റെ ഭാര്യയും കുഞ്ഞുങ്ങളെല്ലാം മറന്ന് ജീവിക്കുകയും. ഞാൻ അവനോട് പറഞ്ഞു, നീ ഇങ്ങനെ ചെയ്യരുത്. കള്ളൊഴിച്ച് വെക്കുവാനുള്ള കന്നാസല്ല നിന്റെ ശരീരം, പുകയെല്ലാം കൂടെ വലിച്ചു വെക്കുവാനുള്ള പുകക്കുഴലല്ല നിന്റെ ശരീരം. ഈ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്. നീ ദൈവത്തിന്റെ ശരീരം, ദൈവത്തിന്റെ മന്ദിരത്തെ നീ ദൈവത്തിന്റെ ശ്രീകോവിലാണ്, ദൈവത്തിന്റെ ആൾത്താരയാണ്, കർത്താവിന്റെ ആലയമാണ് നിന്റെ ശരീരം. നീ അതിനെ അശുദ്ധമാക്കരുത്. ഈ ശരീരം നിന്റേതല്ല. ഉടനെ അവൻ എൻ്റെ നേരെ ചൂടായി. എൻ്റെ പണം ഞാൻ ഇഷ്ടമുള്ളതുപോലെ കുടിക്കും, നിങ്ങളാരാ ചോദിക്കാൻ? ഞാൻ പറഞ്ഞു, കർത്താവ് വരാൻ സമയമായി, കർത്താവ് വരാറായി. അപ്പോൾ ആൾ എന്നോട് ചോദിക്കുകയാണ്, ഇനി എന്തിനാ വരുന്നതെന്ന്. ഒരു പ്രാവശ്യം വന്നിട്ട് പോയില്ലയോ? ഒരു പ്രാവശ്യം വന്നിട്ട് കർത്താവ് പോയല്ലോ, ഇനി എന്തിനാ കർത്താവ് വരുന്നതെന്നും. കാരണം അവർക്കറിവില്ല, ഈ പുസ്തകം തുറന്ന് വായിച്ചിട്ടില്ല. കത്തോലിക്ക സഭ, ഓ സ്തോത്രം, ദൈവം അവരുടെ കണ്ണുകൾ തുറക്കുവാൻ. ഞാൻ പ്രാർത്ഥിക്കുന്നത് കത്തോലിക്ക സഭയിലുള്ളവർ പെന്തക്കോസ്തിലേക്ക് വരണമെന്നല്ല ഞാൻ പറയുന്നതും. കത്തോലിക്ക സഭയിൽ ദൈവത്തിന്റെ വചനം തുറന്നൊന്ന് വായിക്കണം. മാർട്ടിൻ ലൂതർ വായിച്ചതുപോലെ
കർദിനാലന്മാർ വായിച്ചതുപോലെ, ബിഷപ്പുമാർ വായിച്ചതുപോലെ, പുരോഹിതന്മാർ വായിച്ചതുപോലെ, ജോൺ വിക്ലിഫ് വായിച്ചതുപോലെ, വില്യം ടിൻഡിൽ വായിച്ചതുപോലെ, ജോൺ ഹസ് വായിച്ചതുപോലെ ഇവർ ദൈവത്തിന്റെ വചനമൊന്ന് വായിച്ച് ആ സഭയിൽ തന്നെ മാനസാന്തരം നടക്കണം. കത്തോലിക്ക സഭകൾ പരിശുദ്ധാത്മാവിന്റെ ആലയമായി മാറണം, ദൈവപ്രവൃത്തിയുടെ കേന്ദ്രങ്ങളായി മാറണം. വിഗ്രഹങ്ങളെല്ലാം, മനുഷ്യനുണ്ടാക്കിയ വിഗ്രഹങ്ങളെല്ലാം മാറണം. അത് ദൈവത്തിന്റെ ആത്മാവ് കടന്നു വരുന്ന അത് വിശുദ്ധന്മാരുടെ കൂട്ടമായി തീരണം. ഇതാണ് നമ്മുടെ പ്രാർത്ഥന. അവര് സഭക്കാരെല്ലാം കൂടെ സഭയടച്ചിട്ട് ഇങ്ങോട്ട് വരണമെന്നല്ല, മറിച്ച് അവിടെ സഭയിൽ ദൈവവചനപ്രകാരം കാര്യങ്ങൾ നടക്കണം. പരിശുദ്ധാത്മാവ് സഭ ഏറ്റെടുക്കണം. പാപികൾ മാനസാന്തരപ്പെടണം, മദ്യപാനികൾ മാനസാന്തരപ്പെടണം, പാപത്തിൽ ജീവിക്കുന്നവർ മാനസാന്തരപ്പെടണം, പുരോഹിതന്മാര് മാനസാന്തരപ്പെടണം. നമുക്കറിയാം, പള്ളിയിലുള്ളതൊന്നും ബൈബിളിലില്ല, ബൈബിളിലുള്ളതൊന്നും പള്ളിയിൽ രണ്ടും രണ്ടായി കിടക്കുകയാണ്. പള്ളിയിലുള്ളതനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ പള്ളിയിൽ ഒരു മാമോദീസ നടക്കും, പള്ളിയിൽ ഒരു അടക്കം നടക്കും, പള്ളിയിൽ ഒരു കല്യാണം നടക്കും. കുടിശ്ശിക വല്ലതും ഉണ്ടെങ്കിൽ കുടിശ്ശിക കൊടുത്തിട്ടേ ശവം അടക്കത്തുള്ളൂ, ശവോട് ഇരിക്കട്ടെ എന്ന് പറയും. ഈ പള്ളിയിലെ അച്ഛന്മാരൊക്കെ വളരെ നമുക്ക് കാണുമ്പോൾ വളരെ സൗമ്യതയോടുകൂടെ വളരെ വളരെ ശാന്തമായി സംസാരിക്കുന്നവരാണ്, വളരെ കരുണയുള്ളവരാണ്. പക്ഷേ ഡെഡ് ബോഡി പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ കുടിശ്ശിക വല്ലതും ഉണ്ടെങ്കിൽ കുടിശ്ശിക അടച്ചു തീർക്കാതെ അങ്ങോട്ട് ഡെഡ് ബോഡി കൊണ്ടുപോയി അടക്കാൻ സമ്മതിക്കത്തില്ല. അതെത്ര കനിവുള്ള അച്ഛനാണെന്ന് പറഞ്ഞാലും കുടിശ്ശിക അടച്ചു തീർത്തിട്ട് കൊണ്ടുപോയി അടച്ചോളാൻ പറയും. പള്ളിയുടെ പ്രമാണം അനുസരിച്ച് ജീവിച്ചാൽ പള്ളിയിൽ ഒരു മാമോദിസ നടക്കും, ഒരു കല്യാണം നടക്കും, ഒരു അടക്കം നടക്കും. പക്ഷെ ഒടുക്കം കിട്ടത്തില്ല. ഒടുക്കം കിട്ടണമെങ്കിൽ, നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ ആത്മാവിലും സത്യത്തിലും ജീവനുള്ള ദൈവത്തെ ആരാധിക്കണം. വിഗ്രഹങ്ങളെ വിട്ട് നിങ്ങൾ ഓടണം, ദൈവവചനം വായിക്കണം, പാപങ്ങൾ ഏറ്റുപറയണം, മാനസാന്തരപ്പെടണം, വീണ്ടും ജനിക്കണം, രക്ഷിക്കപ്പെടണം. കർത്താവായ യേശുക്രിസ്തുവിനോട് ചേരുവാൻ വിശുദ്ധ സ്നാനം സ്വീകരിക്കണം. പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ നിറയപ്പെടണം. കർത്താവ് ജീവിച്ചതുപോലെ വിശുദ്ധമായി ജീവിതം ജീവിക്കണം. കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തു നിൽക്കണം. എങ്കിൽ മാത്രമേ കർത്താവിന്റെ വരവിങ്കൽ എടുക്കപ്പെടുകയുള്ളൂ. വചനം പറയുന്നു, ക്രിസ്തുവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. ക്രിസ്തുവിൽ മരിക്കണം. ക്രിസ്തുവിൽ മരിക്കണമെങ്കിൽ ക്രിസ്തുവിൽ ജീവിച്ചവരായിരിക്കണം. ക്രിസ്തുവിൽ ജീവിക്കണമെങ്കിൽ ക്രിസ്തുവിൽ ജനിക്കണം. ക്രിസ്തുവിൽ ജനിച്ച് ക്രിസ്തുവിൽ ജീവിച്ച് ക്രിസ്തുവിലായിരിക്കണം മരണം. ക്രിസ്തുവിൽ ജനിച്ച് കുറച്ചുനാൾ ക്രിസ്തുവിന്റെ കൂടെ ജീവിച്ച് പിന്നെ ക്രിസ്തുവിനെ വിട്ടുകളഞ്ഞിട്ട് പോവുകയാണെങ്കിൽ നിത്യത നഷ്ടപ്പെടും. ക്രിസ്തുവിൽ ജനിച്ച് ക്രിസ്തുവിൽ ജീവിച്ച് ക്രിസ്തുവിലായിരിക്കണം നമ്മുടെ മരണം. തുടക്കം മോശമാണെങ്കിലും വേണ്ടില്ല. നമുക്കറിയാം, പഴയ നിയമത്തിലെ ശൗലിന്റെ തുടക്കം വളരെ ഗംഭീരമായിരുന്നു. പ്രവാചകനായി, പ്രവചനാത്മാവിൽ ഒറ്റയടിക്ക് പ്രവാചകനായി മാറി. പക്ഷേ ഒടുക്കം നമുക്കറിയാം, വളരെ ദാരുണമായ ഒടുക്കമായിരുന്നു, ഭയാനകമായ അന്ത്യമായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലെ ശൗലിന്റെ തുടക്കം വളരെ മോശമായിരുന്നു, പക്ഷെ അവന്റെ ഒടുക്കം വളരെ ഗംഭീരമായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ തുടക്കം അല്പം മോശമായിരുന്നാലും ഇപ്പോഴത്തെ അവസ്ഥ അല്പം ശരിയായിട്ടല്ല എന്നുണ്ടെങ്കിലും ശരിയാക്കിയെടുക്കുക. നമ്മുടെ ഒടുക്കം വളരെ ഗംഭീരമായിരിക്കണം. നമ്മുടെ മരണം കൊണ്ട് ദൈവത്തിന്റെ നാമം മഹത്വപ്പെടണം. വളരെ ശ്രേഷ്ഠമായ ഒരു മരണം, ഗംഭീരമായ ഒരു മരണം, തേജസ്സുള്ള ഒരു അന്ത്യം, ജയകരമായ ഒരു ഒടുക്കം. എത്ര പേര് പ്രാർത്ഥിക്കും? ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ജയകരമായ ഒരു മരണം, ഗംഭീരമായ ഒരു മരണം കർത്താവെ നൽകണമേ എന്നും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒടുക്കം വളരെ ഗംഭീരമായിരിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇതെല്ലാം, ഈ കൊട്ടും പാട്ടുമെല്ലാം വൃഥാവായി തീരുവാൻ ഇടയായിത്തീരും. നോക്കണം, ഈ ലോകത്തിലുള്ള മനുഷ്യർക്ക് ആശയുണ്ട്, പക്ഷെ പ്രത്യാശയില്ല. പക്ഷെ ദൈവമക്കൾക്കാണ് ആശയും പ്രത്യാശയുമുള്ളതും. ഈ ലോക മനുഷ്യർക്ക് എന്തുണ്ട്? ജീവനുണ്ട്, പക്ഷെ നിത്യജീവനില്ല. അതിനി മുകേഷ് അംബാനി ആണെങ്കിലും അദാനി ആണെങ്കിലും എത്ര വലിയ കോടീശ്വരനായിരുന്നാലും, എത്രായിരം കാറുകൾ ഗ്യാരേജിൽ ഉണ്ടെന്ന് പറഞ്ഞാലും, സ്വന്തമായിട്ട് വലിയ വനത്തിലുള്ളതിനേക്കാൾ വലിയ സൂ ഉണ്ടെന്ന് പറഞ്ഞാലും,
ഈ ഉള്ളിലുള്ള ആത്മാവ് നഷ്ടപ്പെട്ടാൽ ആ മനുഷ്യരെ പോലെ ഹതഭാഗ്യൻ. മുഴുലോകത്തെക്കാളും വിലയേറിയതാണ് മനുഷ്യന്റെ ആത്മാവും. പ്രിയപ്പെട്ടവരെ, ആത്മാവ് നഷ്ടമായാൽ എന്ത് പ്രയോജനം? എന്നാൽ സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്ന ആത്മരക്ഷയ്ക്കായിട്ട് സ്തോത്രം, ആത്മാവിന്റെ വീണ്ടെടുപ്പിനായിട്ട് സ്തോത്രം. നമ്മളെല്ലാവരും ഉറപ്പുള്ളവരായിരിക്കണം. എനിക്ക് ആ ഗ്യാരണ്ടി ഉണ്ട്. ഇഫ് ഐ ഡൈ ടുഡേ, ഐ വിൽ ബി വിത്ത് മൈ ലോർഡ്, ഐ വിൽ ബി ഇൻ ദ ഹെവൻലി പ്ലേസ് വിത്ത് മൈ ഗോഡ്. ദാറ്റ്സ് എ ഗ്രേറ്റ് അഷ്വറൻസ്. ആ ഒരു ഗ്രേറ്റ് അഷ്വറൻസ് നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കണം. ഞാൻ മരിച്ചാൽ ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കും. ഞാൻ മരിച്ചാൽ നിത്യതയിൽ എൻ്റെ ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കും. ആ ഒരു ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. പണ്ട് ചണ്ഡീഗഡിലായിരിക്കുമ്പോൾ ഒരു അച്ചായനും ഒരു പഴയ സൈക്കിളിനകത്ത് വരുന്നത്. ആ സൈക്കിളും വരുന്ന വഴിക്ക് ഒരു 3-4 അടുത്തെങ്കിലും നിൽക്കും. ചെയിൻ കക്കി പോകും, അല്ലെങ്കിൽ എന്തെങ്കിലും ടയർ പഞ്ചറാകും. ഒരു പഴഞ്ചൻ സൈക്കിളാണ്. അപ്പം വരുമാനമുള്ളൊരു അച്ചായനാണ്. അപ്പം ഞങ്ങൾ പറഞ്ഞു, അച്ചായ ഒരു സ്കൂട്ടർ മേടിച്ചു കഴിഞ്ഞാൽ നല്ലതല്ലേ, മീറ്റിങ്ങിനൊക്കെ സമയത്തിന് എത്താൻ വേണ്ടി കഴിയുമല്ലോ. അപ്പം അദ്ദേഹം എന്തോ ഒന്ന് പറഞ്ഞു. ഇത് ഈ സൈക്കിൾ അങ്ങ് ഉപേക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു. അവൻ പറഞ്ഞു ഞാൻ കളയത്തില്ല. എന്നിട്ട് അറിയാതെ തന്നെയാണോ അല്ലെങ്കിൽ വെറുതെ രസത്തിന് വേണ്ടി പറഞ്ഞാണ്, കർത്താവ് വന്നിട്ട് പോയാലും കുറച്ച് നാളോട്ട് ജീവിക്കണ്ടേ എന്ന്. ഈ പൈസയെല്ലാം എന്തിനാണ് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പം, ആർക്ക് വേണ്ടിയാണ് ഈ പൈസ എല്ലാം കൂടി ഇങ്ങനെ വച്ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പം, എന്തിനാണ് ഈ പഴഞ്ച സൈക്കിളിനകത്ത് നടക്കുന്നതെന്ന് ചോദിച്ചപ്പം അച്ഛൻ പറഞ്ഞാണ്, കർത്താവ് വന്നിട്ട് പോയാലും കുറച്ച് നാളോട്ട് ജീവിക്കണ്ടേ. നോക്കണം, തമാശയാണെങ്കിലും അങ്ങനെ തമാശ പറയാൻ പാടില്ല. നമ്മുടെ അധരഫലം സൃഷ്ടിക്കുമെന്നാണ് നമ്മൾ പറയുന്ന വാക്കുകൾ, തമാശയുടെ വാക്കുകൾ. കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ തമാശയ്ക്ക് വേണ്ടി കുഞ്ഞിനെ കുറിച്ച് എന്തോ ഒരു കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരിക്കലും അങ്ങനെ പറയാൻ വേണ്ടി പാടില്ല. ദൈവമക്കൾക്ക് പൊട്ടച്ചെല്ല്, കളിവാക്ക്, ചേർച്ചയല്ലാത്തവയൊന്നും പാടില്ല. നമ്മുടെ വായിലൂടെ വിശ്വാസത്തിന്റെ വാക്കുകളായിരിക്കണം വരേണ്ടത്. നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് പോസിറ്റീവായിട്ടുള്ള വാക്കുകളായിരിക്കും വരേണ്ടത്. ദൈവികമായിട്ടുള്ള വാക്കുകളായിരിക്കണം നമ്മുടെ വായിലൂടെ വരേണ്ടതും. നമ്മൾ ഈ ലോകപ്രകാരമുള്ള മനുഷ്യൻ ജീവിക്കുന്നത് പോലെ ജീവിക്കുകയാണെങ്കിൽ, പറയുന്നത് പോലെ പറയുകയാണെങ്കിൽ, പൊട്ടച്ചെല്ലും കളിവാക്കുമൊക്കെയായിട്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ, നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം എന്തുവാ? ഒരു വ്യത്യാസമില്ല. നമ്മളും അവരും ഒന്നാണ്. നമ്മൾ വ്യത്യസ്തരായിരിക്കണം. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടിട്ടില്ല. പൗലോസ് വെളിപ്പാടിൽ നോക്കണം, എല്ലാത്തിനും വേണ്ടുന്ന വചനങ്ങൾ ദൈവത്തിന്റെ തിരുവചനത്തിലുണ്ട്. ഇണയില്ലാതെ ഒന്നുമില്ല, എല്ലാത്തിനും ഒരു ഇണ ചേർത്ത് വെച്ചിരിക്കുകയാണ്. പൊട്ടച്ചെല്ല് പാടില്ല, കളിവാക്കുകൾ പാടില്ല, ചേർച്ചയല്ലാത്തവയൊന്നും പാടില്ല. സ്തോത്രമത്രേ. നിങ്ങൾ കൂടി വരുമ്പോൾ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും പാടിയും തമ്മിൽ പ്രബോധിപ്പിച്ചും ദൈവത്തിന്റെ വചനം നിങ്ങൾ പരസ്പരം പറഞ്ഞും ക്രിസ്തു നിങ്ങൾ ഐശ്വര്യമായി വാഴണം. ആത്മീകന്റെ ഉള്ളിൽ നിന്ന് എപ്പോഴും ആത്മീകമായത് മാത്രമേ വരാൻ പാടുള്ളൂ. രാഷ്ട്രീയം പറയാൻ വേണ്ടി തുടങ്ങിക്കഴിഞ്ഞാൽ രാഷ്ട്രീയം തീപിടിച്ച അതൊരു പിശാചാണ്, രാഷ്ട്രീയ പിശാച്. ഏത് രാഷ്ട്രീയം ഇല്ലാത്തവനാണെന്ന് പറഞ്ഞാലും രാഷ്ട്രീയം പറഞ്ഞു തുടങ്ങുമ്പോൾ ഒരു വല്ലാത്ത സാത്താന്യ ശക്തി വ്യാപരിക്കും. നിങ്ങൾ എന്ത് ചെയ്യണം? എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ചാടി എഴുന്നേറ്റ് പോയിക്കൊള്ളണം. പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുതും, പാപിയുടെ വഴിയിൽ നിൽക്കരുതും, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുതും. യഹോവയുടെ ന്യായപ്രമാണം രാവും പകലും ധ്യാനിച്ചുകൊണ്ട്. ഇങ്ങനെയുള്ള സംസാരം വരുമ്പോൾ തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയിക്കോണം. നമുക്ക് അവരെ നേരെയാക്കാൻ വേണ്ടി കഴിയത്തില്ല. നമ്മൾ എന്ത് ചെയ്തോണം? കുറഞ്ഞ പക്ഷം അവരുടെ സഭയിൽ നിന്നും ഈ സംസാരത്തിൽ നിന്നും നമ്മുടെ ഹൃദയം, മനസ്സ് കളങ്കപ്പെടാതെ വണ്ണം നമ്മൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയിക്കൊള്ളണം. ആർക്ക് എന്ത് തോന്നുന്നു എന്നുള്ളതല്ല. ഞാൻ ഇന്നലെ ഒരു മീറ്റിങ്ങിന് ഞാൻ പോയി. കുഞ്ഞുങ്ങളുടെ ഒരു ക്യാമ്പാണ്. ഞാൻ അവിടെ പോയപ്പം ഒരു ദൈവദാസൻ എൻ്റെ കൂടെ ഇരിക്കുകയാണ്. അവിടെ ക്യാമ്പ് നടക്കുകയാണ്, ദൈവവചനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പിള്ളേർ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം അങ്ങോട്ട് സംസാരിക്കാൻ വേണ്ടി തുടങ്ങി. എനിക്കങ്ങ് ഭയങ്കരമായ ദേഷ്യം വരുന്നുണ്ട്. എനിക്ക് അവിടെ നിന്ന് മാറിയിരിക്കുവാനായിട്ടൊരു സ്ഥലം കാണുന്നത്. കാരണം മൊത്തം ഞാൻ ലേറ്റായിട്ടാണ് ചെന്നത്. മുഴുവൻ സ്ഥലവും ഇങ്ങനെ പാക്കായിട്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു മിണ്ടാതിരിക്കേ. പല പ്രാവശ്യം ഞാൻ പറഞ്ഞു മിണ്ടാതിരിക്കേ. നാട്ടുകാര്യം പറയാനുള്ള സമയം ഇതല്ല, ലോകകാര്യം പറയാനുള്ള സമയം ഇതല്ല. മിണ്ടാതിരിക്കേ, പറയുന്നത് കേക്ക്.
അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചാൻസ് കിട്ടി, ഞാൻ അവിടെ നിന്ന് അങ്ങ് മാറിപ്പോയി. നോക്കണം, നമ്മളൊരു ദൈവസന്നിധിയിൽ ഇരിക്കുമ്പം കർത്താവിനുള്ള ഭയത്തോടു കൂടെ, പിള്ളേരുടെ ക്ലാസ് ആണെങ്കിലും, ക്ലാസ് എടുക്കുന്നത് നമ്മളല്ല വേറെ ആളാണെങ്കിലും, നമ്മൾ അവിടെ ഇരുന്ന് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആത്മാവിൽ ജാഗരിക്കണം, ആത്മാവിൽ പ്രാർത്ഥിക്കണം. ദൈവത്തിന്റെ കൃപയാൽ കുഞ്ഞുങ്ങൾക്കെല്ലാം ഒരു വലിയ വാഞ്ച, ആത്മാവിനെ പ്രാപിക്കണം, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെന്നുള്ള വലിയൊരു വാഞ്ച ഉണ്ടാകുവാനിടയിൽ തീർന്നു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാക്സിമം കുഞ്ഞുങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുവാൻ, ആ കുഞ്ഞുങ്ങളെല്ലാം യേശുക്രിസ്തുവിന്റെ രക്തത്താൽ മുദ്രയിടുവാൻ ദൈവദാസന്മാർക്ക് ഞങ്ങൾക്കൊക്കെ കൃപ തരുവാൻ ഇടയായി തീർന്നു. കുഞ്ഞുങ്ങൾക്ക് ഒരു വലിയ ആഗ്രഹം, ആൺകുഞ്ഞുങ്ങളും പെൺകുഞ്ഞുങ്ങളും അവർ ഹൃദയത്തിൽ നിന്നും, ഹൃദയം തകർന്നും അവർ ദൈവസന്നിധിയിൽ കരയുന്നത് കാണുവാനിടയായി തീർന്നു. ഞങ്ങൾക്കും ദൈവസന്നിധിയിൽ കരയുവാനിടയായി തീർന്നു. നോക്കണം, ദൈവ സാന്നിധ്യത്തെ നമ്മൾ ഒരിക്കലും അലക്ഷ്യമാക്കി കളയരുത്. ദൈവത്തിന്റെ സന്നിധിയിലാണ് ഇരിക്കുന്നതെന്നുള്ള ബോധ്യം വേണം. നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ, ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ പ്രവാസകാലം നിങ്ങൾ കഴിച്ചുകൊള്ളുവീൻ. ദൈവം അനുവദിച്ചാൽ നമുക്ക് വീണ്ടും കാണാം. നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെയും സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. ഒരുങ്ങാം കർത്താവിന്റെ വരവിനായി. നമുക്കായി നമ്മളെ തന്നെ ഒരുക്കാം, ശുദ്ധീകരിക്കാം, വിശുദ്ധീകരണം പ്രാപിക്കാം. കർത്താവ് നമ്മയും അനുഗ്രഹിക്കുമാറാകട്ടെ.